നമുക്ക് ഇച്ചിരി ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം. നല്ല തണുപ്പോടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മുടെ മാംഗോ കൂളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാംഗോ സാഗോ കൂളർ എന്നും പറയാം, അതുകൊണ്ട് മാംഗോ സാഗോ ഡിസർട്ട് എന്നും പറയാം. നല്ല തണുപ്പോടെ കഴിച്ച് നമ്മുടെ ശരീരം നല്ലപോലെ കൂളാവും. കളിച്ച് കുഴങ്ങി വരുന്ന മക്കൾക്കൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസർട്ടാണ്. വേണ്ടി നമുക്കൊരു ചെറിയ കൂടെ വെച്ചു. നമുക്ക് ആദ്യം തന്നെ ചൗവരിക്ക് സാബോ റൈസ് എന്നും പേരുണ്ട് കേട്ടോ. ഇവിടെ ചൗവരി എന്നറിയപ്പെടുന്നത്. ചൗവരി നമുക്ക് വെള്ളത്തിലിടാം. 1/2 കപ്പ് ചൗവരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് കഴുകി നമുക്ക് കുതിരാൻ വെക്കാം. 1 മണിക്കൂറോളം കുതിരാൻ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്തെടുക്കാൻ പറ്റും കേട്ടോ. അതാണ് ഇതൊന്ന് കഴുകി നമുക്ക് കുതിരാൻ വെക്കാം. കഴുകി എടുത്തിട്ടുണ്ട്. ഇനി കുതിരാനുള്ള വെള്ളം ഒഴിച്ചു. ഇത് നമ്മൾ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുതിർന്ന് വരട്ടെ, നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. നമ്മളിവിടെ ഒരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഈ പാലൊന്ന് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. ഒരു സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്തിരി പാലൊഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. പാല് നല്ലപോലെ തിളയായി വരുന്നുണ്ട്. ചൂടായി നല്ലപോലെ തിളയായി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പാലിനകത്ത് നമ്മൾ കലർത്തി വെച്ചേക്കുന്ന കസ്റ്റാർഡ് പൗഡർ നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ പാലിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് കൈയെടുക്കാതെ ഇളകിക്കൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് കുറുകി വരാൻ വേണ്ടിയാണ് നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നത്. പിന്നെ ഒരു മണത്തിനും രുചിക്കും വേണ്ടി കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്താലും മതി കേട്ടോ. പിന്നെ ഒരു മണവും രുചിയും കിട്ടും കസ്റ്റാർഡ് പൗഡർ ആകുമ്പോൾ. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ എന്തോന്ന് വെച്ചോ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ പഞ്ചസാരയാണ് ഇടുന്നത്. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറുകി വരുന്നിടം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ പാൽ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഈ പരുവം മതി. നമുക്കങ്ങ് ഫ്ലെയിം ഓഫാക്കി ആറാൻ വെക്കാം. നമ്മുടെ പാലിവിടെ നല്ലപോലെ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് നല്ലപോലെ നാറി വരട്ടെ. അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച് ചൗവരി വേവിക്കാൻ വേണ്ടി വെച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ചു. ഇനി നമ്മൾ കുതിർത്ത് വെച്ച ചൗവരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൗവരിയും കുതിരും കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഒരു 1/2 മണിക്കൂർ കൊണ്ട് വേവേണ്ടത് ഒരു 10 മിനിറ്റ് കൊണ്ട് വേവും. നമ്മളിങ്ങനെ കുതിർത്ത് വെച്ചാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതിരിക്കാൻ. നമ്മുടെ ചൗവരി ഇവിടെ വേവുന്നുണ്ട്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് വെന്ത്. ചൗവരി നമ്മൾ വെന്ത് ഇറക്കിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. തണുത്ത വെള്ളം ഒഴിച്ച് ഇതിൻ്റെ ആ വഴുവഴുപ്പ് അങ്ങ് പോവും, ആ കൊഴുപ്പ് അങ്ങ് പോവും. പാലിവിടെ നല്ലപോലെ ആറിയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഞാൻ ഇവിടെ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. 2 മാങ്ങ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും 2 മാങ്ങ നമുക്ക് അരച്ചെടുക്കാനുമാണ്. ഏത് മാങ്ങായാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ നമ്മുടെ നാടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നാടൻ മൂവണ്ട മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മേടിച്ച മാങ്ങ ഒന്നുമല്ല എടുത്തിട്ടുള്ളത്.
ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. മാങ്ങ ഇവിടെ ഞാൻ രണ്ട് രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ള ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടും തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ കഷ്ണങ്ങളായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളൊന്ന് അരച്ചെടുക്കാം. വലിയ കഷ്ണങ്ങളായിട്ട് വെച്ചേക്കുന്നത് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വെള്ളം വേണ്ട, വെള്ളമൊന്നും ഇല്ലാതെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. വേണമെങ്കിൽ അരയാൻ വെള്ളം വേണമെന്ന് നിർബന്ധമാണെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല മധുരമുള്ള മാങ്ങയാണ്, പ്രത്യേകിച്ച് മധുരമൊന്നും നമ്മൾ ചേർക്കണ്ട, പാലിനകത്ത് നമ്മൾ മധുരം ചേർത്തിട്ടുണ്ടല്ലോ. ഒന്ന് അരച്ചെടുക്കാം. നമ്മളിവിടെ മാങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചേക്കുന്ന കസ്റ്റാർഡിന്റെ മിക്സ് എടുക്കാം. നമ്മുടെ ഫ്രിഡ്ജ് വെച്ചിട്ട് കസ്റ്റാർഡ് പാലൂടെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചൊവ്വരി ഇട്ട് കൊടുക്കാം. ചവ്വരിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചവ്വരി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മാങ്ങയുടെ പൾപ്പ് ഒഴിച്ച് കൊടുക്കും. മാങ്ങയുടെ പൾപ്പ് കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സാവധാനത്തിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ചൂട് സമയത്തൊക്കെ ദാഹവും ക്ഷീണവും വിശപ്പും ഒക്കെ മാറാൻ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. നമുക്ക് കടകളിലൊന്നും പോയി മേടിച്ച് കുടിക്കേണ്ട കാര്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കളിച്ചു കുഴഞ്ഞു വരുന്ന മക്കൾക്കൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. നല്ലൊരു വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ശരീരത്തിന് ഗുണമുള്ള ഐറ്റവും കൂടിയാണ്. പാലായാലും ചവ്വരി ആയാലും മാങ്ങ ആയാലും നമ്മൾ കെമിക്കൽ ചേർത്ത ഒരു സാധനം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങയുടെ കുറച്ച് കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. കടിക്കാനൊക്കെ ഇച്ചിരി മാങ്ങ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റാണ്. മാങ്ങായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് നട്ട്സ് ഇട്ടാം. ഇതിൻ്റെ കാഷ്യൂ നട്ടാണ് ഇടുന്നത്. ഏത് നട്ട്സ് നമ്മുടെ കയ്യിലുണ്ട് അതിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി അരിഞ്ഞെടുത്താണ്, അതും ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മാംഗോ സാഗോ ഡിസർട്ടോ കൂളറോ എന്തോ പറയുന്നതെന്ന് അറിയത്തില്ല, അതിനെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കൂളിങ്ങുമാണ്, നല്ലൊരു ഡിസർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇച്ചിരി ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം. നല്ല തണുപ്പോടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മുടെ മാംഗോ കൂളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാംഗോ സാഗോ കൂളർ എന്നും പറയാം, അതുകൊണ്ട് മാംഗോ സാഗോ ഡിസർട്ട് എന്നും പറയാം. നല്ല തണുപ്പോടെ കഴിച്ച് നമ്മുടെ ശരീരം നല്ലപോലെ കൂളാവും. കളിച്ച് കുഴഞ്ഞു വരുന്ന മക്കൾക്കൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസർട്ടാണ്. ഇത് സെർവ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റിയും കൂളിങ്ങുമായിട്ടുള്ള മാംഗോ ഡിസർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂട് സമയത്ത് ശരീരവും മനസ്സും ഒരേപോലെ കൂളാവാൻ പറ്റിയ നല്ലൊരു ഡിസർട്ടാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. മാങ്ങയുടെ സീസണാണ്, മാങ്ങ മേടിക്കാൻ നമ്മൾ പുറത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കുടിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി ഇത് തയ്യാറാക്കാനും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും.
ചൂട് സമയത്തൊക്കെ ഒന്ന് പുറത്ത് പോയി ക്ഷീണിച്ച് വരുന്ന സമയത്തും അതുപോലെ തന്നെ കളിച്ചിട്ട് വരുന്ന നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അതിന് പറ്റിയ നല്ലൊരു അടിപൊളി ഡിസർട്ടാണിത് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ യൂസ്ഫുള്ളായ വീഡിയോ ആണെന്ന് തോന്നുവാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആ കൂടെയുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ ഉച്ചയ്ക്ക് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു.